ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ 4 മണി പലഹാരമാണ്. പഴംപൊരിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ ചായക്കടയിൽ നിന്നും കിട്ടുന്ന നല്ല പെർഫെക്റ്റ് പഴംപൊരി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ഈ പഴംപൊരി ഇന്നിവിടെ 2 രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന പഴംപൊരിയും, അതുപോലെ തന്നെ എണ്ണയൊന്നും അധികം കഴിക്കാൻ വയ്യാത്തവർക്ക് എണ്ണയില്ലാതെ എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കുന്നതെന്നും നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പഴംപൊരി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഒരു 4 ഏത്തപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം വേണം നമ്മൾ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിത് നീളത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു ഏത്തപ്പഴം ഞാൻ 3ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 2ആയിട്ടൊന്ന് മുറിച്ചിട്ട് ഇതുപോലെ സ്ലൈസാക്കി എടുത്താൽ മതി. അപ്പം നമുക്ക് 5 സ്ലൈസായിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ നീളത്തിൽ എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഒരു 3ഓ 4ഓ ഒക്കെ നമുക്ക് ഒരെണ്ണത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതാണ്ട് ഇതേ രീതിയിൽ എല്ലാം ഒന്ന് നമുക്കൊന്ന് സ്ലൈസാക്കി എടുക്കാം. ഏത്തപ്പഴം എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വാവട്ടമുള്ള ഒരു ബൗൾ വേണം നമ്മൾ എടുക്കാനായിട്ട്. കാരണം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പഴം നമുക്ക് ഇതിനകത്തേക്ക് മുക്കിയെടുക്കണം. അത്രയുള്ള ഒരു വിസ്താരം വേണം നമ്മുടെ പാത്രത്തിന്. അതിനനുസരിച്ച് വേണം നമ്മൾ പാത്രം എടുക്കാനായിട്ട്. ഇനി ഈ ബൗളിലേക്ക് 1.5 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എത്രത്തോളം പഴംപൊരി ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് മൈദയുടെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അധികം മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ജീരകം ചേർക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ജീരകത്തിന് പകരം നമ്മൾ കറുത്ത എള്ളും ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മഞ്ഞൾ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ദോശമാവാണ്. ഞാനൊരു ചെറിയ ബൗളിന് 1/2 ബൗള് ദോശമാവ് എടുത്തിട്ടുണ്ട്. ദോശമാവായാലും ഇഡലിമാവായാലും ഏതായാലും കുഴപ്പമില്ല. ഈ ദോശമാവ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ പഴംപൊരി നല്ലതുപോലെ പൊങ്ങി വരുന്നത്. ദോശമാവ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ചിലർ ഇതിനകത്തിൽ അപ്പത്തിൻ്റെ മാവും ഇതുപോലെ ചേർക്കാറുണ്ട്. അപ്പോൾ ആ ദോശമാവ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ബാറ്റർ ആക്കി എടുക്കണം. നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാറ്ററാണ്. നമ്മുടെ ബാറ്റർ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ പഴംപൊരി കറക്റ്റായിട്ട് കിട്ടത്തില്ല. കാരണം നമ്മുടെ ഈ ബാറ്ററിനകത്തിൽ മുക്കിയെടുക്കുമ്പോഴേ ആ പഴത്തേല നല്ലതുപോലെ ഈ കോട്ടിങ് ഉണ്ടാവണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ. അധികം ലൂസായും പോകരുത്, അതുപോലെ അധികം ടൈറ്റായും പോകരുത്. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. നമ്മളിതിനകത്തേക്ക് ഏത്തപ്പഴം ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ കോട്ടിംഗ് ആയിട്ടിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 നുള്ള് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ്. ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ബാറ്റർ തയ്യാറാക്കുന്ന ആ സമയത്ത് തന്നെ എണ്ണ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാറ്റർ തയ്യാറാക്കി കഴിയുമ്പോഴേക്ക് എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് അന്നേരം പഴംപൊരി ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിത് കൈകൊണ്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ പിടിച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ആ ബാറ്റർ പിടിക്കാതെ വരും. അപ്പോൾ ഞാൻ കുറച്ച് ബാറ്റർ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. നമുക്കിനി അടുത്തതിടുമ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് ചെയ്ത് കാണിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇടരുത്. അപ്പോൾ പഴംപൊരിയിൽ ഒരുപാട് എണ്ണ കുടിക്കും. ഇതുപോലെ നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഒരടുപ്പിൽ ചായയും വെച്ചു ഒരടുപ്പിൽ പഴംപൊരി ഉണ്ടാക്കിയാൽ ചായ ഉണ്ടാക്കുന്ന ആ നേരത്തിന് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഒരെണ്ണം ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടി ഞാനൊന്ന് ഫ്രൈ ചെയ്ത് കാണിക്കാം. നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ഒരു പഴത്തിൻ്റെ പീസ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് സ്പൂൺ കൊണ്ട് നമ്മൾ ദാണ്ട് ഇതേപോലെ പതുക്കെ ഒന്നിട്ട് കൊടുക്കണം. ഒരുപാട് ബാറ്റർ നമ്മൾ സ്പൂണിനകത്ത് കോരി എടുക്കരുത് കേട്ടോ. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എന്നിട്ട് ഇതേപോലെ എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂവി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് പൊങ്ങി വരത്തുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ്ട് അടുത്ത പഴംപൊരിയും നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പഴംപൊരി എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയിൽ പൊരിച്ച പഴംപൊരി എല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എണ്ണയില്ലാതെ എങ്ങനെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതാണ്ട് നമ്മൾ ചെയ്തെടുത്തതിൻ്റെ ബാക്കി ഇത്രയും ബാറ്റർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിലൊരു ചെറിയൊരു പരിപാടി ഒന്ന് ചെയ്യാനുണ്ട്. ഈ ബാറ്ററിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എണ്ണയില്ലാതെ പഴംപൊരി ഉണ്ടാക്കുന്ന ആ ബാറ്ററിന് നല്ല കട്ടി വേണം. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. കുറച്ച് തിക്കായിട്ടിരിക്കണം. അപ്പോൾ ഈ മാവ് നമുക്കൊന്ന് തിക്കായിട്ട് എടുക്കാനായിട്ടാണ് ഞാൻ 2 ടീസ്പൂൺ മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേറൊന്നും ഞാൻ പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം നമ്മൾ കുറച്ച് മൈദയല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരു ഉപ്പിൻ്റെയൊക്കെ അളവ് കുറഞ്ഞു പോകുകയാണെങ്കിൽ ഒരു കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വേറെ ഒന്നും ഇതിലകത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ആ മൈദപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എണ്ണയൊന്നും അധികം ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഈ ഒരു രീതിയിൽ പഴംപൊരി ഉണ്ടാക്കി കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലായിരിക്കണം. കുറച്ച് തിക്കായിട്ടിരിക്കണം. എന്താ കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എണ്ണയില്ലാതെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ആ പഴം 2ആയിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട് കേട്ടോ. ആ സൗകര്യത്തിനായിട്ട് 2ആയിട്ടൊന്ന് മുറിച്ചിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് ദാണ്ട് ഇതുപോലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ആ പഴത്തെ നല്ലതുപോലെ ബാറ്റർ പിടിച്ചിരിക്കണം. ബാറ്റർ അങ്ങോട്ടും ഒഴുകിപ്പോകരുത്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ ബാറ്റർ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്കിനി പഴംപൊരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ദാണ്ട് അതിന് വേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു പഴയ കടായാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു സ്റ്റാൻഡും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഒരു പഴയ അടപ്പ് പാത്രമാണ്. ഏത് പാത്രമായാലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ വെക്കുന്ന കടായിയുടെ അകത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഏത് പാത്രമായാലും നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ആ പാത്രങ്ങളെല്ലാം നല്ലതുപോലെ തന്നെ ചൂടായിട്ടുണ്ട്. 5 മിനിറ്റ് ഞാനൊന്ന് ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട. നമ്മുടെ ആ പഴംപൊരി ഒന്ന് ഇളകി കിട്ടുന്നതിന് വേണ്ടി മാത്രമുള്ള എണ്ണ മാത്രം ഒന്ന് തടവി കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ പഴയതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പഴം ബാറ്ററിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. കണ്ടില്ലേ? നമ്മുടെ ആ ബാറ്റർ എങ്ങോട്ടും പോകില്ല. കാരണം നമ്മൾ അതുപോലെ തിക്കായിട്ടാണ് ബാറ്റർ എടുത്തിരിക്കുന്നത്. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ എടുത്ത് വെക്കുമ്പോഴേ ഈ ബാറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് ഒഴുകിപ്പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരി കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു 4 എണ്ണം ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു 10-15 സെക്കൻഡ് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് 1 മിനിറ്റ് നിന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ദാണ്ടെ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. നമ്മുടെ പഴംപൊരിയൊക്കെ കണ്ടില്ലേ? നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ എണ്ണ തടവി കൊടുത്തത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇളകി കിട്ടുന്നത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ എണ്ണ തടവേണ്ട ആവശ്യമില്ല. അപ്പോൾ ദാണ്ടെ എല്ലാം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഇത് ഇതേപോലെ അല്ലാതെ ഡയറക്റ്റ് തന്നെ നമ്മൾ പാനിൽ കുറച്ച് എണ്ണയൊന്ന് തടകിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ചെറിയൊരു കളർ വ്യത്യാസം അന്നേരം വരും. അപ്പോൾ ആ പഴംപൊരിയുടെ ആ ഒരു കളർ മാറാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു രീതി ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് മറു സൈഡ് നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ 2 രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പഴംപൊരിയും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എണ്ണയിൽ പൊരിച്ചെടുത്ത പഴംപൊരിയും അതുപോലെ എണ്ണയില്ലാതെ തയ്യാറാക്കിയിട്ടുള്ള പഴംപൊരിയുമാണ്. ഇതാ കണ്ടില്ലേ? നല്ല കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പഴമൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എണ്ണയില്ലാതെ തയ്യാറാക്കിയ പഴംപൊരിയാണ്. പിന്നെ നമ്മുടെ ആ ബാറ്റർ കട്ടി ആയതുകൊണ്ട് തന്നെ ആ കോട്ടിങ്ങിന് കുറച്ചൊന്ന് കട്ടി വരും കേട്ടോ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നമുക്ക് എണ്ണയൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ എണ്ണയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പഴംപൊരി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ എണ്ണയിൽ തയ്യാറാക്കിയിട്ടുള്ള പഴംപൊരിയാണ്. ചെറിയ ചൂടോടുകൂടി കഴിക്കണം. ഇപ്പോൾ ഇത് നമ്മൾ എല്ലാം ഒന്ന് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.